താമരശ്ശേരി ചുരം. പപ്പു എന്ന മഹാനടനെ ഓർക്കുമ്പോൾ തന്നെ താമരശ്ശേരി ചുരവും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തും, കുറെ ചിരിയോർമ്മകളുമായി. പക്ഷേ ആ ചുരത്തിനു പിന്നിൽ അത്ര ചിരി പരത്തുന്ന ചരിത്രമൊന്നുമല്ല ഉള്ളത്. ചതിയുടെ വേദന നിറഞ്ഞ കഥയാണ്. ഇന്ന് താമരശ്ശേരി ചുരത്തെ വർണ്ണിക്കുന്നവരും അതുവഴി പോകുന്നവരും കരിന്തണ്ടനെ ഓർക്കണമെന്നും അറിയണമെന്നുമില്ല. എന്നാൽ ഇന്ന് കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലൂടെ കരിന്തണ്ടന്റെ ഓർമ്മകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് നടത്തുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരം 3 മലകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ 3 മലകൾ തന്നെയായിരുന്നു ഭാരതത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാർക്ക് മൈസൂരിൽ പോയി ടിപ്പുവിനെ ഒതുക്കുവാനുള്ള തടസ്സവും. മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചൊരു പാത വെട്ടി കോഴിക്കോട് നിന്നൊരു സൈന്യത്തെ മൈസൂർ എത്തിക്കാൻ അവർ പണികൾ പലതും നോക്കി. അവരുടെ എഞ്ചിനീയർമാരുടെ മുൻപിൽ സർവേക്ക് ആ മല തടസ്സമായി നിന്നു. അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുൻപിൽ കൂടി അനായാസം ഒരാൾ തന്റെ മാടുകളെയും മേയിച്ചുകൊണ്ട് മല കയറി. അടിവാരം ചിപ്പിലത്തോട് ഭാഗത്തെ ഒരു പണിയ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. പേര് കരിന്തണ്ടൻ. 17-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വയനാട് ചുരത്തിന്റെ അടിവാരത്ത് താമസിച്ച ഒരു സാധാരണ മണ്ണിന്റെ മകൻ. വിസ്മയിച്ചു നിന്ന ബ്രിട്ടീഷുകാർ ഇരുചെവി അറിയാതെ കരിന്തണ്ടന്റെ സഹായം തേടി. അയാൾ വളരെ വിചിത്രമായ രീതിയിൽ പരിഹാരം കണ്ടു. അയാൾ തന്റെ ആടുമാടുകളെ വിരട്ടി ഓടിച്ചു. മൃഗങ്ങൾ വളരെ പെട്ടെന്ന് ഏറ്റവും ലളിതമായ കയറ്റം താരതമ്യേന കുറഞ്ഞ വഴിയിലൂടെ മലമുകളിലേക്ക് ഓടിക്കയറി. ദിവസങ്ങൾക്കുള്ളിൽ താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാണത്തിനുള്ള മാർക്കിംഗ് വിദ്യാസമ്പന്നരായ എഞ്ചിനീയർമാരെ ലജ്ജിപ്പിച്ചുകൊണ്ട് കരിന്തണ്ടൻ പൂർത്തിയാക്കി. അടിവാരത്ത് നിന്ന് ലക്കിടിയിലേക്ക് നിസ്സാരമായ സമയം കൊണ്ട് റോഡ് വെട്ടാൻ ഒരു കറുത്ത ഇന്ത്യക്കാരൻ മാർക്ക് ചെയ്തത് ബ്രിട്ടീഷുകാർക്കും എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ അവരുടെ ശിങ്കിടികളായ നാടൻ സായിപ്പുമാർക്കും വല്ലാത്ത ക്ഷീണമായി. തങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഒരു ആദിവാസി വിജയിച്ചത് അവർക്ക് സഹിക്കാനായില്ല. കരിന്തണ്ടനാണ് വഴി മാർക്ക് ചെയ്തത് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ അവർ കരിന്തണ്ടനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ നേർക്കുനേരെ ഏറ്റുമുട്ടാൻ അവർക്ക് ഭയമായിരുന്നു. അതിനാൽ അവർ തക്കം പാർത്തു. അയാൾ അടിവാരത്തേക്ക് തിരിച്ചു പോകുന്നത് ഒഴിവാക്കാൻ കാട്ടുചോലയിൽ കുളിക്കാനിറങ്ങിയ സമയം നോക്കി കരിന്തണ്ടൻ അഴിച്ചുവെച്ച ആചാരവള അവർ കൈക്കലാക്കി. ആ വളയില്ലാതെ സമുദായങ്ങളുടെ മുന്നിലേക്ക് പോകാൻ പറ്റാത്ത കരിന്തണ്ടൻ വള തിരഞ്ഞ് കാട്ടിൽ നടന്നു. രാത്രിയായി. ഇതിനിടയിൽ രാത്രിയുടെ മറപറ്റി സായിപ്പ് എഞ്ചിനീയറുടെ കള്ളത്തോക്കുകൊണ്ട് ആ മണ്ണിന്റെ മകന്റെ ജീവൻ കവർന്നെടുത്തു. അങ്ങനെ മഹത്തായ ഒരു ചതിയുടെ കഥ അരങ്ങേറി. പതുക്കെ പതുക്കെ നാട്ടുകാരായ തൊഴിലാളികളിൽ നിന്ന് ജനം സത്യമറിഞ്ഞു. പണിയ വിഭാഗം പിന്നോക്ക സമുദായമായതിനാൽ ബ്രിട്ടീഷുകാരെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കടുത്ത ജാതി ചിന്തയും അനാചാരവും കൊടികുത്തി വാഴുന്നതിനാൽ മറ്റു നാട്ടുകാരും കരിന്തണ്ടനു വേണ്ടി വാദിച്ചില്ല. പതിയെ പതിയെ കരിന്തണ്ടൻ ഒരോർമ്മ മാത്രമായി. ഒരു മഹാവിസ്മയം തീർത്ത ആ മനുഷ്യൻ വിസ്മയത്തിൽ ആണ്ടുപോയി. താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകളും അപകടങ്ങളും കരിന്തണ്ടന്റെ ആത്മാവ് കോപിച്ചതാണ് എന്ന് ഒരു സംഘം പറഞ്ഞു പരത്തി. അങ്ങനെ ലക്കിടിയിൽ കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ച് ഒരു മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചു. ഈ ചങ്ങല മരം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ കരിന്തണ്ടൻ പൂർണ്ണ വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്നു. ഈ മരം മാത്രമാണ് ഭൂമിയിൽ കരിന്തണ്ടനു വേണ്ടിയുള്ള ഇന്നത്തെ ഏക സ്മാരകം.